നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന ദേശീയ കാലാവസ്ഥാ കേന്ദ്രം. രാജ്യത്തുടനീളം ആകാശം ഭാഗികമായി മേഘാവൃതമോ വെയിലോ ആയിരിക്കുമെങ്കിലും ഉച്ചയോടെ കിഴക്കൻ തീരത്ത് മഴ മേഘങ്ങൾ വികസിക്കുമെന്ന് NCM അറിയിച്ചു. മേഘാവൃതമായ കാലാവസ്ഥയും ഇടിമിന്നലോട് കൂടിയ മഴയും ശനിയാഴ്ച വരെ UAE-യെ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് കിഴക്കൻ പ്രദേശങ്ങളായ ഫുജൈറയിലും അബുദാബി, അലൈൻ എന്നിവിടങ്ങളിലെ തെക്കൻ പ്രദേശങ്ങളിലും രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് ഷാർജയിൽ ചില ഭാഗങ്ങളിൽ ശക്തമായ മഴയാണ് പെയ്തത്. രാജ്യത്തെ എല്ലായിടത്തും ഇന്നും ഉയർന്ന താപനില തന്നെ തുടരുകയാണ്. ഉൾപ്രദേശങ്ങളിൽ താപനില 44 മുതൽ 48 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമെന്നാണ് കരുതുന്നത്. തീരപ്രദേശങ്ങളിലും ദ്വീപുകളിലും 42 മുതൽ 46 ഡിഗ്രി സെൽഷ്യസ് വരെയും പർവ്വതങ്ങളിൽ 35 മുതൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും. പുലർച്ചെ 5:15 അൽ ഐനിലെ അൽ ഫോഹിൽ 25.4 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്നലത്തെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത്. ഇന്നലെ ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ അൽ ദഫ്ര മേഖലയിലെ ഹമീമിൽ 48.6 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. തീരപ്രദേശങ്ങളിലും ദ്വീപുകളിലും ഈർപ്പം 65 മുതൽ 90%, ഉൾപ്രദേശങ്ങളിൽ 60 മുതൽ 85% ആയിരിക്കും. വടക്ക് ദിശയിലുള്ള കാറ്റ് 15 മുതൽ 25 വരെ വേഗത്തിൽ മണിക്കൂറിൽ 45 കിലോമീറ്റർ വീശും. അറേബ്യൻ ഗൾഫിൽ കടൽ താരതമ്യേന ശാന്തവും ഒമാൻ കടൽ നേരിയ തോതിൽ പ്രക്ഷുബ്ധവുമായിരിക്കും. അതിനിടെ UAE-യിൽ ആകാശ വിസ്മയങ്ങളിൽ ഒന്നായ ഉൽക്കമഴയും എത്തുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. മണിക്കൂറിൽ 50 മുതൽ 100 ഉൽക്കകൾ ആകാശത്ത് ദൃശ്യമാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഓഗസ്റ്റ് 12-നാണ് ആകാശ വിസ്മയങ്ങളിൽ ഒന്നായ ഉൽക്കമഴ ദൃശ്യമാകുന്നത്. ഈ പ്രതിഭാസം നിരീക്ഷിക്കാൻ വിപുലമായ സൗകര്യങ്ങളാണ് UAE ഒരുക്കിയിട്ടുള്ളത്. വർഷം തോറുമുള്ള പേഴ്സീഡ്സ് ഉൽക്കകൾ ഓഗസ്റ്റ് 12-ന് അർദ്ധരാത്രി മുതൽ പുലർച്ചെ 3 മണി വരെ ദൃശ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വർഷത്തിലെ ദീർഘവും കൂടുതൽ വ്യക്തവുമായ ഉൽക്കവർഷമാണ് 12-ന് ദൃശ്യമാകുക. ഉൽക്കവർഷം വീക്ഷിക്കാൻ മലീഹ ആർക്കിയോളജിക്കൽ സെന്റർ പ്രത്യേക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മലിഹ ക്യാമ്പ് സൈറ്റിൽ വൈകുന്നേരം 6 മണി മുതൽ ഉൽക്കവർഷം കാണാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും. വാന നിരീക്ഷണത്തിൽ താല്പര്യമുള്ളവർക്കായി ദൂരദർശിനികളും സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ പ്രായത്തിലുള്ളവർക്കും കുടുംബാംഗങ്ങൾക്കും പങ്കെടുക്കാവുന്ന പരിപാടിയിൽ ഭക്ഷണവും ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ഡിസ്കവർ ഷുറൂഖിന്റെ വെബ്സൈറ്റ് വഴി ഇതിനായി ബുക്കിംഗിന് സൗകര്യവുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.